കേരളത്തിനകത്ത് മണ്ണ് ലോബികളുടെ ഏറ്റവും കൂടുതൽ ഒരു ഒരു അഴിമതി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥരും കൂടെ നടത്തുന്ന ഒരു അഴിമതി പത്തനംതിട്ട ജില്ലയിൽ മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം ഇവിടെ അതിൽ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ പഞ്ചായത്ത് ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും മോശമായ രീതിയിൽ ഈ മണ്ണ് ലോബികളുടെ പ്രവർത്തനം നടത്തുന്നത്. പള്ളിക്കൽ പഞ്ചായത്തിലെ ചേപ്പാട്ട് മല, ആ മല അതിമനോഹരമായ ആ മല കംപ്ലീറ്റ് ഇടിച്ചു തകർക്കാൻ വേണ്ടി ഒരു സ്പിരിറ്റ് ലോബി എന്ന് പറയുന്ന രഘു എന്ന് പറയുന്ന സ്പിരിറ്റ് ലോബി, ആ ഒരു 8-10 ക്രിമിനൽ കേസ് സ്പിരിറ്റ് കേസിലെ പ്രതിയാണ്, മൊത്തമായിട്ട് നടത്തുന്ന സ്പിരിറ്റുകാരന്. ആ സ്പിരിറ്റിൻ്റെ അല്പം മാറ്റി ചിന്തിക്കുവാൻ വേണ്ടി മണ്ണ് ലോബി പ്രവർത്തനവും കൂടെ നടത്തിക്കൊണ്ട് അതിൻ്റെ മറകൾ നടത്തുന്ന സ്പിരിറ്റ് നടത്താൻ വേണ്ടിയിട്ട് അയാൾ ഈ പ്രവർത്തനം നടത്തുന്നത് കൂടുതൽ. ഈ ചേപ്പാട്ട് മല പശുവിൻ്റെ ഫാമിനെന്ന് പറഞ്ഞ അംഗീകാരം കൊടുത്തത് ഒരു ഷൈജു, ജില്ലാ മൈനിങ് ജിയോളജി ഓഫീസറുണ്ട്. ഷൈജുവാണ് ഈ വൃത്തികേടുകൾക്ക് മുഴുവനും കൂട്ടു നിൽക്കുന്നത്. ഷൈജുവിനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അതിൻ്റെ നഷ്ടം ഈടാക്കിക്കൊണ്ടാണ് അത് നടത്തിയത്. അടുത്ത് വന്നു പാലക്കോട്ട് മല, ഈ ഗണേശവിലാസത്തിൻ്റെ അടുത്ത് 1 വർഷത്തേക്കാണ് കൊടുത്തത്. ഹൈക്കോടതിയിൽ കേസും കൊടുത്ത് വിജിലൻസിലും പരാതി കൊടുത്തപ്പോൾ ഒരുവിധം നിന്നു. ഇപ്പം ഇതാ വന്നു മുന്നാറ്റുകരയിൽ. അത് അല്പ ദിവസങ്ങൾ കൊണ്ട് തകർക്കുകയാണ്. മുന്നാറ്റുകരയിൽ അതിമനോഹരമായ രീതിയിൽ ഒരു മല ഭാഗത്താണ് പട്ടികജാതിക്കാർ താമസിക്കുന്നത്. ആ മുന്നാറ്റുകരയുടെ മുകൾ ഭാഗത്ത്, ആ മുകൾ ഭാഗം മുഴുവൻ ഇടിച്ചു തീർക്കാൻ വേണ്ടി ഒരാൾ 2 ഏക്കർ വസ്തു അവിടെ ആദ്യമായിട്ട് കൊടുത്തു. ഈ മണ്ണ് കൊടുത്ത വ്യക്തിയുടെ അടുത്താണ് ഈ പാലക്കോട്ട് മല ആദ്യമായിട്ട് ഇടിച്ചത്. ആ പാലക്കോട്ട് മല ഇടിച്ചപ്പോഴേക്കും ഞാൻ മാത്രമാണ് അതിനെ എതിർക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നതും ഹൈക്കോടതി കേസ് കൊടുത്തതും അതിനെ നിർത്താനുള്ള ഇത് ഉണ്ടായത്. ആ മറവിൽ അദ്ദേഹം നേരെ ചെന്ന് മുന്നാറ്റുകരയിലുള്ള അയാളുടെ റബ്ബറെല്ലാം മുറിച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് മണ്ണ് കൊടുത്തേക്കും. മണ്ണിന് മൈനിങ് ആൻഡ് ജിയോളജി രാത്രിയും പകലും NHന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ ഓർഡറൊക്കെ ഇന്നാണ് ഞാൻ വിവരം പൂർണ്ണമായിട്ട് അറിയുന്നത്. ഇത് പൂർണ്ണമായിട്ടും പഞ്ചായത്തും പഴയൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി, CPMൻ്റെ സെക്രട്ടറി ഉണ്ട്, അയാളും ചില ലോബികളും കൂടെയായിട്ട് ഈ മല മുഴുവൻ മുന്നാറ്റിലെല്ലാം മല മുഴുവൻ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം ഒരിക്കലും അനുവദിക്കില്ല. ഒരു ലോഡ് മണ്ണ് എടുത്തു മാറ്റാൻ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ഈ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഒരുപാട് കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വസ്തു വാങ്ങിച്ച് റബ്ബർ വെച്ചിട്ട് റബ്ബർ മുറിച്ച് വെച്ചിട്ട് മണ്ണെടുക്കാനൊന്നും ആരെയും അനുവദിക്കില്ല. അത് കുറേ എടുത്തുപോയി. അതിൻ്റെ പുറകെ 4-5 ഏക്കർ വീണ്ടും എടുത്തിട്ടൊക്കെയാണ്. ബൈപ്പാസിൻ്റെ പേരിൽ മണ്ണെടുത്തിട്ട് 5 ലോഡ് മണ്ണ് ബൈപ്പാസിന് പോകില്ല. ബാക്കി മുഴുവനും പല സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് മറിച്ച് വിൽക്കുക. ഇത് അനുവദിക്കാൻ പറ്റുമോ? ഇത് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ഈ ഷൈജു വന്നതിന് ശേഷം മാത്രമാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഈ പള്ളിക്കൽ പഞ്ചായത്തിനകത്ത് കാണുന്നു. ഒരു പ്ലൈവുഡ് കമ്പനി, ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു പൊല്യൂഷൻ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ പേരിൽ ഹൈക്കോടതി കേസ് കൊടുക്കേണ്ടി വന്നു. ഈ മണ്ണെടുപ്പുകൾ പാലക്കോട്ട് മല, ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ, ആ മുന്നാറ്റുകരയുടെ അപ്പുറത്ത് ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത ഭാഗങ്ങൾ, ഇതെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് പാടുപെടേണ്ടി വരും. അപ്പോൾ ചോദിക്കുന്നത്, പക്ഷേ ഈ പള്ളിക്കലാറിൻ്റെ ജലം നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഈ മലകളും മണ്ണുകളും കംപ്ലീറ്റ് ഇടിച്ചു നിരത്തിയാൽ ഈ ജലം അല്ലെങ്കിൽ പോലും വേനൽക്കാലത്ത് വെള്ളം കിട്ടാറില്ല. ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ഇവിടെ മുന്നാറ്റുകരയെ സംബന്ധിച്ച് ഏറ്റവും മലയാണ്. അത് പട്ടികജാതിക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മണ്ണിടിച്ച് ഈ ഭാഗം കംപ്ലീറ്റ് അങ്ങ് എടുത്തു കൊടുത്ത് അവരുടെ 4-5 കൂരകൾ ഈ മലയുടെ മുകളിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതല്ലാതെ അവിടെ യാതൊന്നും നടക്കില്ല. അത് കുടിവെള്ളം കിട്ടില്ല. അവിടെ കിണറിപ്പോഴേ ഒരുപാട് താഴ്ചയുണ്ട്. കിണർ താഴ്ത്തി വരാൻ വേണ്ടി മണ്ണെടുത്ത് തീരുമ്പോഴേക്കും കിണറിൽ ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ഈ അവസ്ഥയിൽ മണ്ണെടുക്കാൻ അനുവദിക്കാൻ പറ്റുമോ? അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയമാണ്, പേടിയാണ്. കാരണം ഈ ലോബി അങ്ങനെയാണ്. രഘു എന്ന് പറയുന്ന സ്പിരിറ്റ് കച്ചവടക്കാരൻ, അയാൾ പഴയൊരു സ്പിരിറ്റ് കച്ചവടക്കാരൻ മുന്നാറ്റുകരയിലുണ്ട്. അയാൾ ഒറ്റ സുഹൃത്താണ്.
അയാൾ ട്രഷർ കമ്പനി ട്രഷർ പിന്നെ അനുവാദമില്ലാതെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇടയ്ക്ക് പൊളിച്ചു നീക്കേണ്ട സംവിധാനം ഉണ്ടായി. അയാളുടെ കൂട്ടാളിയായ രഘു കായംകുളത്തിൻ്റെ ഇപ്പുറത്ത് താമസക്കാരനാണ്. അയാൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് ഈ CPM കൂട്ടുതന്നു കൊടുക്കുന്നത്, CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ കൂട്ടുതന്നു കൊടുക്കുന്നത്, LC സെക്രട്ടറിമാർ കൂട്ടുതന്നു കൊടുക്കുന്നത്, ഈ പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുതന്നു കൊടുക്കുന്നത്. പുതിയ ഒരു വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇതിനകത്ത് അവരെന്തിനാണോ ഈ സർട്ടിഫിക്കറ്റ്, എങ്ങനെയാണോ അതിൻ്റെ പൊസിഷൻ കൊടുത്തത്, ഏതിനാണോ പൊസിഷൻ കൊടുത്തത്, ഇതിനൊക്കെ സമാധാനം പറയുന്നത്. അവിടെ പൊസിഷൻ കൊടുത്തിരിക്കുമല്ലോ മൈനിങ് എൻജിഒകളെ ഹാജരാക്കാൻ വേണ്ടിയിട്ട്. ആ പൊസിഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ആവശ്യത്തിന്, എന്ത് പർപ്പസിന് പറഞ്ഞാൽ കൊടുത്തത്, അവിടെ കൊടുക്കാൻ പറ്റുന്ന രീതിയാണ് നോക്കിയിട്ടാണ് അവർ കൊടുത്തത്. അടിയന്തരമായിട്ട് നാളെ തൊട്ട് പൂർണ്ണമായിട്ട് നിർത്തിയില്ലെങ്കിൽ അത് വളരെയധികം നിയമപരമായി നേരിടുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഷൈജുവിൻ്റെ പേര് 4-5 വിജിലൻസ് പരാതി കിടക്കുകയാണ്. അടൂർ തഹസിൽദാർ ഇടപെടണം, പഞ്ചായത്ത് സെക്രട്ടറി ഇടപെടണം, ഡെപ്യൂട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഇടപെടണം, വില്ലേജ് ഓഫീസർ ഇടപെടണം. വില്ലേജ് ഓഫീസർ പൊസിഷൻ കൊടുക്കുമ്പോൾ മൈനിങ് എൻജിഒകളെ ഹാജരാക്കാൻ വേണ്ടി ഒന്ന് പൊസിഷൻ കൊടുക്കുമ്പോൾ നോക്കി പൊസിഷൻ കൊടുക്കണം. അല്ല പൈസയും വാങ്ങിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസർ തോന്നിയ പോലെ പൊസിഷൻ കൊടുക്കരുത്. അടിയന്തരമായിട്ട് സ്ഥലം പരിശോധിക്കണം. എല്ലാവരും ഒരു പുനഃപരിശോധന നടത്തണം, നിർത്തലാക്കിക്കണം.